സിനിമ ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സിനിമാ കഥകൾ കാണുവാനും കേൾക്കുവാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാന്താര ചാപ്റ്റർ 1 നല്ല അടിപൊളി ഒന്നൊന്നര ഫീൽ ഗുഡ് സിനിമ. റിട്ടൺ ആൻഡ് ഡയറക്റ്റഡ് ബൈ ഋഷഭ് ഷെട്ടി. പുള്ളിയുടെ ആ ഒരു ഡ്യൂട്ടി നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഹൈപ്പ് കൊടുത്തതിൻ്റെ ആ ഒരു പ്രതീക്ഷയിലെത്തുന്ന സിനിമ തന്നെയാണ് കാന്താര ചാപ്റ്റർ 1. എന്തായാലും കാന്താരയുടെ ആദ്യം ഇറങ്ങിയ സിനിമ തിയേറ്ററിൽ പോയി എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് ഇപ്രാവശ്യം എന്തായാലും ഫസ്റ്റ് ഡേ തന്നെ കാണണം എന്നുണ്ടായിരുന്നു. കണ്ടു. മ്യൂസിക് ആയാലും സിനിമാറ്റോഗ്രാഫി ആയാലും എടുത്ത് പറയേണ്ട കാര്യമാണ്. പിന്നെ ഈ ഒരു കഥ സിനിമ കണ്ടുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ മനസ്സിൽ വല്ലാണ്ട് ചോദ്യം ചെയ്തൊരു കാര്യമാണ് ഈ കഥ. ഇങ്ങനൊരു സ്റ്റോറി എടുക്കാനായിട്ട് ഋഷഭ് ഷെട്ടിക്ക് എങ്ങനെ ഇങ്ങനൊരു സ്റ്റോറി കിട്ടി? അത് വളരെ അത്ഭുതകരമായിട്ടുള്ള കാര്യമാണ്. കാരണം ഇങ്ങനത്തെ ഒരു സ്റ്റോറിയൊന്നും ട്രൈ ചെയ്യാൻ പോലും ആരും ട്രൈ ചെയ്ത് പോലും നോക്കത്തില്ല. ഒരു എക്സ്പെരിമെൻ്റ് ആണെങ്കിൽ പോലും ട്രൈ ചെയ്ത് നോക്കത്തില്ല. കാരണം ഒരു പേഴ്സൻറ്റേജ് പാളിപ്പോയാൽ സിനിമ എല്ലാം കഴിഞ്ഞു പോകും. ഒരു പക്ഷേ ചിലപ്പോൾ അങ്ങനൊരു എക്സ്പെരിമെൻ്റ് ചെയ്തതായിരിക്കാം. ബട്ട് ഇറ്റ് വാസ് ബ്രില്യൻറ്റ്. ഋഷഭ് ഷെട്ടിക്ക് ഒരുപാട് അവാർഡ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. കാരണം അത്രയ്ക്ക് നന്നായിട്ട് പെർഫോം ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് മാത്രമല്ല ജയറാമേട്ടൻ്റെ കാര്യം പറഞ്ഞാലും പുള്ളിയുടെ ക്യാരക്ടർ സൂപ്പറായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരുപാട് നാളുകൾക്ക് ശേഷം ജയറാമേട്ടൻ്റെ നല്ലൊരു പെർഫോമൻസ്, പുള്ളിയുടെ മകനായിട്ട് അഭിനയിച്ച ക്യാരക്ടർ അടിപൊളിയായിട്ട് പുള്ളിയുടെ മകനായിട്ട് അഭിനയിച്ച ക്യാരക്ടറും ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് അവരുടെ പെർഫോമൻസ് അവർ കാഴ്ചവെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഹിന്ദു മിത്തോളജി ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഇത് നല്ലൊരു സൂപ്പർ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരിക്കും. തിയേറ്ററിൽ തന്നെ കാണാനായിട്ട് ശ്രമിക്കുക. പക്ക ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് തരുന്ന ഒരു സിനിമയാണ്. നമ്മൾക്ക് എവിടെയൊക്കെയോ കേട്ടിട്ടുള്ള പക്ഷേ എന്നാൽ അതിനെക്കുറിച്ച് കൂടുതൽ അറിയാത്ത ഒരുപാട് ആരാധിക്കുന്ന ദൈവമെന്ന് പറയില്ലെങ്കിൽ പോലും ചില അമ്പലങ്ങളിലൊക്കെ ചില പ്രതിഷ്ഠകളുള്ള ഒരുപാട് മാടൻ തമ്പുരാന്, ചാത്തൻ മർദ അങ്ങനെയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. അതുപോലുള്ള കുറച്ച് സാധനങ്ങളും ഇതിൻ്റെ അകത്ത് കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അത് സൂപ്പറായിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ട്. അടിപൊളിയായിട്ട് ആ സാധനം വിജയിച്ചിട്ടുണ്ട്. എന്തായാലും അവസാനം ഒരു 20-25 മിനിറ്റ് ഉണ്ട്. എൻ്റെ പൊന്നു മോനെ, ആ ഒരു 20-25 മിനിറ്റ് നമുക്ക് ആ സ്ക്രീനിൽ നല്ല നമുക്ക് കണ്ടെടുക്കാൻ പറ്റില്ല. കാരണം അമ്മാതിരി പെർഫോമൻസ്. ആ ഒരു സീന് മൊത്തം ആ അവസാനത്തെ അരമണിക്കൂർ അല്ലെങ്കിൽ 25 മിനിറ്റ് മൊത്തം ഋഷഭ് ഷെട്ടി അങ്ങ് തൂക്കി. ഈ ഒരു നമുക്ക് കാന്താര ആദ്യം ഇറങ്ങിയ സിനിമയിൽ തന്നെ പുള്ളിയുടെ ആ ഒരു പെർഫോമൻസ് നമുക്ക് ഊഹിക്കാവുന്നേ ഉണ്ടായിരുന്നു. അത്രയ്ക്ക് അദ്ദേഹം ചെയ്ത ഒരു സാധനമാണ്. അതുപോലെ അതിനേക്കാൾ ഗംഭീരമായിട്ട് ഇതിൻ്റെ അകത്ത് ശരിക്കും അത് ഒരു പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ സിനിമയെ ബാധിക്കും. അല്ലെങ്കിൽ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നെ സിനിമ കണ്ടിട്ട് കാര്യമില്ലാതാവും. അതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല, അതിനെക്കുറിച്ച് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഇപ്പോൾ ഇപ്പോൾ ഗുളികൻ്റെ ആണെങ്കിലും പല രൂപത്തിലുള്ള ഗുളികൻ പല രൂപത്തിലുണ്ട് എന്നുള്ളത് ഈ സിനിമ കണ്ടതുകൊണ്ട് അറിയാൻ പറ്റി. ഒരു കാന്താര എന്ന നാട്ടിൽ നടക്കുന്ന, അല്ലെങ്കിൽ ആ കാന്താര എന്ന നാട് എങ്ങനെ ഉണ്ടായി, അവിടെ രക്ഷകനായിട്ട് എത്തുന്ന ദൈവം, അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറേ സാധനങ്ങളൊക്കെയാണ് ഇതിൻ്റെ അകത്തുള്ളത്. കൂടുതൽ പറഞ്ഞാൽ സത്യമായിട്ട് സ്പോയിലറായി പോകും. കാരണം അത്രയ്ക്കുണ്ട് ഇതിൻ്റെ അകത്ത്. ഫസ്റ്റ് ഹാഫൊക്കെ ബോറടിക്കില്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ എടുത്തു വെച്ചേക്കുന്നത് എന്നുള്ള രീതിയിലൊക്കെ പാട്ടൊക്കെ പോകുന്നത് അറിയത്തോലുമില്ല. പാട്ടൊക്കെ പോകുന്നത് പിന്നെ എനിക്ക് ആകെ തിയേറ്ററിൽ ഇരുന്നപ്പോൾ ഉണ്ടായിരുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഞാൻ എപ്പോൾ നല്ല സിനിമ കാണാനായിട്ട് എപ്പോൾ തിയേറ്ററിൽ പോയിരുന്നാൽ ഏതെങ്കിലും കൊച്ചു പിള്ളേർ എൻ്റെ സീറ്റിൻ്റെ ബാക്കിൽ വന്ന് ഇടിയും ബഹളവും തള്ളലും പോപ്കോൺ എടുത്ത് ദേഹത്തോട് ഇടലും അങ്ങനത്തെ പരിപാടി ഈ പ്രാവശ്യം അതുപോലെ ഉണ്ടായിരുന്നു. അപ്പോൾ സിനിമ നല്ലൊരു സിനിമയാണ്. എന്തായാലും തിയേറ്ററിൽ പോയി തന്നെ കാണാനായിട്ട് ശ്രമിക്കുക. കൂടുതൽ സ്പോയിലർ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇങ്ങനെ സിനിമയുടെ ഓരോ